Hello. Good morning. Hello, good morning. Good morning. Good morning, all of you. Good morning, sir. Good morning. Morning. സ്റ്റാർട്ട് ചെയ്താലോ? കേൾക്കാവോ? ഓഡിയോ കേൾക്കാം audible അല്ലേ? സർ, കേൾക്കാം. ഓഡിബിൾ ആണ്. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രമേശ് വെണ്ണേൻ. മലപ്പുറം ജില്ലയിൽ ചീക്കോട് പഞ്ചായത്തിലാണ് വീട്. വിംബിൾ അക്കാഡമിയുടെ 14ാമത് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. അപ്പോ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഫസ്റ്റ് എയ്ഡ്, ജീവൻ രക്ഷ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ്. നമ്മുടെ സമൂഹത്തിൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ജീവനുകൾ ഒലിഞ്ഞു പോയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം അതായിരിക്കട്ടെ എന്ന് വെച്ചു. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, സമയോചിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ ഒരുപാട് ജീവനുകൾ, അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ നമ്മുടെ ഈ ലോകത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെയും അറിവുകേടായിട്ടും കഴിവുകേടായിട്ടും നമ്മൾ കാണണം. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു അത്യാഹിതം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ ചെറിയ ഒരു സംഭവമാണ്. പക്ഷെ അത് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ സംഭവങ്ങളാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് എയ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് CPR എന്നത്. CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്നാണ് അതിന്റെ ഫുൾ മീനിങ്. CPR എന്ന് പറഞ്ഞാൽ ഒരു ആളിപ്പോ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഭവം പറ്റിയിട്ട് പെട്ടെന്ന് ബോധരഹിതനായിട്ട് വീണ് കിടക്കുന്ന സമയത്ത് നമ്മളവിടെ ആ സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് CPR. കുറച്ച് മുന്നേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന്റെ മുന്നേ വരെ നമുക്ക് CPR ചെയ്യേണ്ടത് മെഡിക്കൽ ഇതിൽ വരെ ശരിക്കും നമ്മുടെ ഈ ഇടത് ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് ചെയ്യാൻ നിർദ്ദേശമുണ്ടായത്. ഇപ്പൊ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ CPR ചെയ്യേണ്ടത് നമ്മളെ ബ്രസ്റ്റ് നിപ്പിളിന്റെ സെൻട്രൽ ഭാഗത്ത് നമ്മുടെ പൊക്കിൾ കൊടിയും ഇങ്ങനെ ഒരു പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ CPR ചെയ്യാനായിട്ട് നമ്മുടെ കൈവയ്ക്കണം. കൈവയ്ക്കാന്ന് പറഞ്ഞാല് ശരിക്കും നമ്മൾ മുഷ്ടി ചുരുട്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ CPR കൊടുക്കരുത്. നമ്മുടെ ഈ ഭാഗം, ഈ ഒരു ഭാഗം ആണ് നമ്മൾ അവിടെ കൈവച്ചതിന് ശേഷം ഇങ്ങനെ കൈ കോർത്ത് പിടിക്കുക. കോർത്ത് പിടിച്ചതിന് ശേഷം ആ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് നമ്മുടെ കൈ നേരെ പിടിക്കണം. മുട്ടുഭാഗങ്ങൾ വളയാതെ നേരെ പിടിച്ചതിന് ശേഷം ആദ്യം 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 പ്രാവശ്യം കൊണ്ട് ചെയ്യാം. അങ്ങനെ ശരിക്കും 30 പ്രാവശ്യമാണ് അത് ചെയ്യേണ്ടത്. അത് ഒരു 10 എടുക്കുക, ആദ്യം ഒരു 10 ചെയ്യുക, വീണ്ടും ഒരു 10 ചെയ്യുക, വീണ്ടും ഒരു 10 ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ വ്യക്തിനെ നമുക്ക് നോക്കേണ്ടത് എന്താണ്, പൾസിന്റെ ഇത് നോക്കും. പൾസ് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരുവിധ ആളുകളൊക്കെ നമ്മൾ ഇവിടെ പിടിച്ചു നോക്കിയാൽ ശരിക്കും നമുക്ക് പൾസ് കിട്ടും. കൈയിന്റെ ഈ ഒരു ഭാഗത്ത് പിടിച്ചു നോക്കിയാൽ, ഈ ഒരു പിടുത്തം പിടിച്ചാൽ ശരിക്കും തന്നെ നമുക്ക് അയാൾക്ക് പൾസ് എന്താണ് സ്ഥിതി മനസ്സിലാക്കാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇവിടെ പിടിച്ചാൽ പോലും പൾസ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ 2 വിരലുകൾ വെച്ച് നോക്കിയാൽ അവർക്ക് പൾസ് ശരിക്കും മെമ്മറിയിലേക്ക് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോർ ഭാഗത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അതുമല്ലെങ്കിൽ ശരിക്ക് നമ്മൾ ഈ CPR കഴിഞ്ഞതിന് ശേഷം അവിടെ മുഖത്തിന് ചാരി നിന്നുകൊണ്ട് ചെരിഞ്ഞു നോക്കിയാൽ അവിടെ ഈ ഒരു ഭാഗം ചെറുതായിട്ട് മിടിക്കുന്നതായിട്ട് തോന്നും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ മുന്നേ ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് നമ്മൾ എത്തുന്നതാണെങ്കിൽ ആദ്യം തന്നെ അതിന് ഈ CPR ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ അവിടെ കുറെ ആളുകളുണ്ടാവും. പലർക്കും ഈ മെഡിക്കൽ ഫീൽഡിൽ പരിചയമുള്ള ആളുകളായിരിക്കാം, പലരും പരിചയമില്ലാത്ത ആളുകളായിരിക്കാം. ആദ്യം നമ്മൾ ഒരാളെ, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ടാവും, ഒരു ആംബുലൻസ് വിളിക്കുമെന്ന് പറഞ്ഞാൽ ആരും എന്ത് ചെയ്യില്ല,
ആരും വിളിക്കില്ല. എല്ലാവരും പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കല്ലാതെ അതിന് പെട്ടെന്ന് ആരും മുന്നോട്ട് വരില്ല. അപ്പൊ നമുക്ക് പരിചയം ഉള്ളതുപോലെ ഒരാളുടെ ഒന്നുകിൽ ഒരു ഷർട്ട് കളർ പറഞ്ഞിട്ടെങ്കിലും പിന്നെ അല്ലെങ്കിൽ ഇന്ന ആള് ഒരു ആംബുലൻസ് വിളിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ CPR പോകും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇയാൾ 100% ഇയാൾക്ക് ശ്വാസം റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു 2 ചെസ്റ്റില് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ അടിച്ചുകൊണ്ട് വീണ്ടും ഒന്നുകിൽ അയാളെ നമ്മളെ പരിചയമുള്ള ആളാണെങ്കിൽ പേര് വിളിക്കുക, അതല്ലെങ്കിൽ ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു പ്രതികരണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ CPR തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ആംബുലൻസ് വന്നിട്ടുണ്ടാവും. വേഗം ഇത് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഒരു പരിധി വരെ അയാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഡോക്ടേഴ്സിന് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ CPR. ഇങ്ങനെ ബോധരഹിതമായിട്ട് കിടക്കുന്ന ആളുകളുടെ എടുത്ത് ചെയ്യേണ്ട ഒന്ന്. രണ്ടാമതായിട്ട് നമുക്ക് ഭക്ഷണങ്ങൾ. ഇപ്പൊ ഇതിലിടയ്ക്ക് എറണാകുളം അവിടെ ബന്ധപ്പെട്ട ഒരു കുട്ടി നമ്മുടെ ഇതില്ല, റംബുട്ടാൻ എന്ന് പറഞ്ഞ ഒരു പഴം കഴിച്ച് ഒരു 5 വയസ്സ് താഴെയുള്ള ഒരു കുട്ടി മരണപ്പെട്ടു. ശരിക്കും ആ കുട്ടിയുടെ പരിസരത്ത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കുട്ടി ആ സമയത്ത് ഈ ഫസ്റ്റ് എയ്ഡ് അറിയുന്ന ആരെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞു ജീവൻ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഇത്തരം പഴങ്ങൾ കുടുങ്ങി നമ്മൾ മരണത്തിലേക്ക് പോകാൻ സാധ്യത ഈ സമയത്ത് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ ഒരു 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഇങ്ങനെ ഭക്ഷണങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാതെ ഇങ്ങനെ പിടയുന്ന സമയത്ത് അവർ ഈ ഒരു പിടുത്തം പിടിക്കും. ഇങ്ങനെ നമ്മൾ കൈകൾ ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് അവർ ഭക്ഷണം കുടുങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിടുത്തം അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. കയ്യിൽ നമ്മൾ 2 കൈകളും ഇങ്ങനെ കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ടൊരു പ്രത്യേക ഒരു അവസ്ഥയിലായിരിക്കാം. ഈ സമയത്ത് CPR ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ബാക്ക് സൈഡിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ബാക്ക് സൈഡിൽ നിന്നിട്ട് നമ്മളെ ഇടത് കാല് ആ 2 ആളുകൾ, കുട്ടിയാണെങ്കിൽ അവരുടെ കാലിന്റെ ഗ്യാപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് തള്ളി വെച്ചതിന് ശേഷം നമ്മുടെ ഈ മുഷ്ടി വലത്ത് കൈയിന്റെ ഇങ്ങനെ മുഷ്ടി ചുറ്റിപ്പിടിച്ചിട്ട് നമ്മുടെ പൊക്കിൾ കൊടിയുടെ തൊട്ട് മുകളിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ കൈ കൊണ്ട് വീണ്ടും അത് അമർത്തിപ്പിടിക്കും. എന്നിട്ട് അവരുടെ പുറം ഭാഗത്തു നിന്ന് ശരിക്കും ഒറ്റ പുഷിങ് കൊടുത്താൽ, ഇങ്ങനെ ഒറ്റ പുഷ് 1 2 പുഷ് ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം നമ്മുടെ വയറിൽ അല്ലെങ്കിൽ നമ്മുടെ ആയിട്ട് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന എല്ലാ സാധനങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ ശ്രദ്ധിച്ചു. ഇതൊരു 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സിന് മുകളിലേക്ക് നമ്മൾ ചെയ്യേണ്ട സംഭവമാണ്. അപ്പോ ചോദിക്കും, നമ്മുടെ ചെറിയ കുട്ടികൾ, പാല് കുടിക്കുന്നൊക്കെ മക്കള് അല്ലെങ്കിൽ ചെറിയ മക്കളുണ്ട്, അവർക്ക് ഇതേ അവസ്ഥയിൽ പിന്നെ പാല് നിൽക്കുന്ന അവസ്ഥ തന്നെ പാൽ കുടിക്കുന്ന സമയത്ത്, മുലപ്പാൽ കുടിക്കുന്ന സമയത്തൊക്കെ സംഭവിക്കും. അതുപോലെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവരും ഇതേ അവസ്ഥയിൽ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് സംഭവിക്കുന്ന, അവരെ മനസ്സിലാക്കാൻ നമ്മൾ കൈകാലുകൾ നീല നിറത്തിലേക്ക് പോകും. കൈകള്, കാലിന്റെ അടിഭാഗങ്ങള്, ചുണ്ടുകൾ, കണ്ണ്, ഇത്രയും ഭാഗങ്ങൾ ഒരു നീല കളറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ കൈയിലേക്ക്, ചെറിയ കുട്ടികളാണെങ്കിൽ ഈ കൈ ഇങ്ങനെ പിടിക്കുക, അവരെ കഴുത്തിന്റെ ഭാഗത്തേക്ക് ഈ വിരലും ഈ തള്ളവിരൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മളെ ഈ ഭാഗത്തേക്ക് ഇവിടെ കിടത്താം. കുട്ടിയെ ഇങ്ങനെ കിടത്തിയിട്ട് ഒരു കാല് നമ്മുടെ ഈ കക്ഷത്തിലേക്ക് പിടിക്കുക, ഒരു കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതിന്റെ പുറം ഭാഗത്ത് ശരിക്കും നമ്മുടെ ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ 1 2 3 4 5 5 പ്രാവശ്യം അടിച്ചതിന് ശേഷം തിരിച്ചു പിടിച്ചിട്ട് എന്താണ് ശ്വാസത്തിന്റെ കണ്ടീഷൻ നോക്കുക. എന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ വിരലിൽ, ഈ 2 വിരലുകൾ വെച്ചിട്ട് അതിന്റെ ചെസ്റ്റിൽ CPR കൊടുക്കുന്ന സ്ഥലത്ത് നമ്മുടെ വലിയ ആളുകൾക്ക് ചെയ്യുന്ന പോലെ ചെയ്യരുത്. ഈ 2 വിരലുകൾ കൊണ്ട് ജസ്റ്റ് ഇതേപോലെ CPR കൊടുക്കുക. വീണ്ടും അത് റെഡി ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തിരിച്ചിരിക്കുക. ഒരു 3 4 പ്രാവശ്യം ഇത് ആവർത്തിക്കുമ്പോഴേക്ക് തന്നെ ഒട്ടുമുക്കാൽ ആളുകൾക്കും ശരിക്ക് ഒരു 2 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴേക്ക് തന്നെ ശ്വാസം റെഡി ആയിട്ടുണ്ടാവും. എന്താണ് തൊണ്ടയിൽ കുടുങ്ങിയെന്ന് വെച്ചാൽ അത് നമ്മൾ ഛർദ്ദിച്ചു പോകും. അപ്പോ ഇങ്ങനെ ചെയ്യേണ്ട സമയത്ത് ഒരിക്കലും നമ്മുടെ ഈ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ ആളുകൾ അത് വൊമിറ്റ് ചെയ്യാതിരിക്കില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു പിടുത്തം പിടിച്ച് ഇങ്ങനെ ഒരു പുഷിങ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഛർദ്ദിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ ഈ മക്കളുടെ കോയിനുകൾ തൊണ്ടയിലിടുക,
അതുപോലെ ഈ എന്തെങ്കിലും ബോട്ടിലിന്റെ ഒക്കെ അടപ്പുകൾ. ഇപ്പോ എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ ആഴ്ച അവന്റെ വീടിന്റെ അടുത്ത് ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി ഒരു ബോട്ടിലിന്റെ അടപ്പ് വായിലിട്ട് കളിച്ച് അത് തൊണ്ടയിൽ ഇറങ്ങിപ്പോയി. ആ സമയോചിതമായിട്ട് ഈ കുട്ടി ഇതേ അവസ്ഥ ഈ ഒരു നീല നിറത്തിലേക്ക് കാണുന്നത് എത്തി നിൽക്കുന്ന സമയത്താണ് അവൻ അവിടെ എത്തി ഈ സംഭവം ചെയ്തു. 2 പ്രാവശ്യം ഈ പുഷ് ചെയ്ത് പോയി തന്നെ ഛർദ്ദിച്ചു പോകുന്നു. ഇപ്പൊ ഇത് അറിയാത്ത ആളുകളാണ്, ഈ CPR ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ അറിയാത്ത ആളുകളാണ് ആ സ്ഥലത്ത് ആ വീടിന്റെ പരിസരത്തുള്ളതെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു സംശയമില്ല ഇന്ന് ഈ ലോകത്ത് ഉണ്ടായിരിക്കില്ല. അപ്പൊ ആ കുട്ടി ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിച്ചു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ ട്രോമ കെയറിന്റെയും പാലിയേറ്റീവിന്റെ ഒക്കെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി, അവർക്ക് എന്ന് വെച്ചാൽ ഈ ഇതുപോലെ തന്നെ ഈ ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമുള്ള ഒരു ചേച്ചിയെ. അപ്പൊ ഈ ശ്വാസം പെട്ടെന്ന് ബ്ലോക്ക് ആവുന്ന സമയം അവർക്ക് മനസ്സിലാവും. ആ മനസ്സിലാവുന്ന സമയത്ത് അവരോട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഗ്രില്ലോ അല്ലെങ്കിൽ നമുക്ക് തൂങ്ങി പിടിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് എത്തി കൈകളിൽ അത് പിടിച്ച് തൂങ്ങി ബാലൻസ് ചെയ്യാൻ പറയാം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഈ ഇതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും. എന്തോ ആ സമയത്ത് ആ ചേച്ചി അവിടേക്ക് എത്തിയില്ല. ആ വീടിന്റെ അടുത്തേക്കുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ഈ ചേച്ചി വരുന്നത്. അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഈ ചേച്ചി വീണുപോയി. അവരെ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു അനക്കമില്ലാതെ ശരിക്കും ചേച്ചി ബോധരഹിതമായിട്ട് ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ നമ്മുടെ കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ കണ്ണിങ്ങനെ ബൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന ഒരു കണ്ടീഷൻ. ഞാനൊന്നും നോക്കിയില്ല. നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നമ്മളെ മുന്നിലുള്ളത് കൊണ്ട് നമ്മൾ ചെയ്തു. ഒരു 3-4 പ്രാവശ്യം CPR ഈ പഞ്ചിങ് കൊടുത്ത് കംപ്രഷൻ കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ ചേച്ചി ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് നിർന്നു. ഇന്നും ആ ചേച്ചി ഒരുപാട് സ്നേഹമാണ് ആ ചേച്ചി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇവര് ശ്വാസം കിട്ടാതെ ഇങ്ങനെ പടയുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ ആവരുത്. ധൈര്യപൂർവ്വം CPR ചെയ്യുക. അതുപോലെ ഈ ചോക്കിങ്ങും ചെയ്യാം. ഈ ഭക്ഷണം കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പറയുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് ചോക്കിങ്. അതുപോലെ തന്നെ നമ്മളൊക്കെ ആക്സിഡന്റുകൾ ഒരുപാട് കണ്ടവരായിരിക്കാം, നമ്മൾ ഫേസ് ചെയ്തത്. ഇപ്പോ ഒരു ആക്സിഡന്റ് നടന്ന് റോഡിൽ ആളുകൾ വീണ് കിടക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അവസ്ഥയാണ്, വളരെ വേദനാജനകമായിട്ട് അവിടെ എത്തുന്ന ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ആ സമയത്ത് എത്രയും വേഗം അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ഒരു മൈൻഡ് മാത്രമാണ് അവർക്ക്. അപ്പോ അവരെ വാരി എടുത്തിട്ട് നേരെ ഒരു ഓട്ടോറിക്ഷയിലേക്ക് അവരെ എങ്ങനെയെങ്കിലൊക്കെ തള്ളിക്കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ എത്തുമ്പോൾ അയാളുടെ ജീവൻ ഒരു പക്ഷെ നിലനിൽക്കും, പക്ഷെ അയാൾ ഒരു കാലത്തും അയാൾക്ക് നടക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനോ പറ്റാത്ത കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ആക്സിഡന്റ് പറ്റി കിടക്കുന്ന വഴിയിൽ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആളുകൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും അവരെന്ത് ചെയ്യരുത്, അവരെ ഇങ്ങനെ കൂട്ടിയെടുക്കരുത്, ഇങ്ങനെ കൂട്ടിപ്പിടിച്ചെടുക്കരുത്. അവിടെ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ നമ്മൾ വിളിച്ചിട്ട് എത്രയും വേഗം ആംബുലൻസ് വിളിക്കാൻ പറയും. ആംബുലൻസ് വിളിച്ചിട്ട് സ്ട്രെച്ചർ കൊണ്ടുവന്നിട്ട് അയാളെ ശരിക്കും പതുക്കെ എടുത്ത് ആ സ്ട്രെച്ചറിലേക്ക് എടുത്തതിന് ശേഷം മാത്രം ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകും. ഒരിക്കലും കാറുകള്, ഓട്ടോറിക്ഷകള് ഇങ്ങനെയുള്ള വണ്ടികളിൽ ഒരിക്കലും ഇരുത്തിയിട്ട് ഈ ആക്സിഡന്റ് പറ്റിയ ആളുകളെ വീട്ടിലെത്തിക്കരുത്. ഇങ്ങനെ ആംബുലൻസ് വിളിച്ചിട്ടോ അത് ഇനിയിപ്പോ ഒരു കാരണവശാലും നമുക്ക് ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് ഒരു ആംബുലൻസിന് എത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത്, നമുക്ക് ഈ അടുത്ത വീടുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പടിക്കഷ്ണങ്ങളുണ്ട്, ചെറിയ പലകേന്റെ കഷ്ണങ്ങൾ, ആ പലകേന്റെ കഷ്ണത്തിലേക്ക് കിടത്തിയതിനു ശേഷം അതും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുത്ത് കിടത്തരുത്. ശരിക്കും അയാളെ ചെരിച്ച് നിർത്തിയതിനു ശേഷം ഈ പലകേന്റെ കഷ്ണം അതിന്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നീക്കി കിടത്തിയതിനു ശേഷം മാത്രം അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ആ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് നമ്മളെ അഭിനന്ദിക്കുക. കാരണം വെച്ചാൽ അയാളെ ഒന്നുകിൽ അയാളെ കാലുകളോ കൈകളോ പൊട്ടൽ സംഭവിച്ച് നമ്മുടെ ബോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി നിൽക്കുന്ന സംഭവം. അപ്പൊ നമ്മൾ ഈ എടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ സ്ഥാനം തെറ്റിപ്പോയി ഒരിക്കലും അത് യോജിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാലോ കയ്യോ ഒക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥ. അതുപോലെ നമ്മുടെ നട്ടെല്ലിന്റെ ഈ ഒരു അവസ്ഥ, വീണ് ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഇതിന്റെ കശേരുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം തെറ്റി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും.
അപ്പൊ നമ്മൾ ആ സമയത്ത് തന്നെ വീണ്ടും അവരെ വാരി കൂട്ടി ഇങ്ങോട്ട് കൂട്ടി പിടിച്ചെടുക്കുന്ന സമയത്ത് അത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിപ്പോയി. അത് തിരിച്ച് ആ പഴയ സ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവര് ആജീവനാന്തം ഒരു കിടപ്പ് രോഗിയായിട്ട് നിൽക്കുന്ന എത്രയോ ആക്സിഡന്റുകൾ നമ്മുടെ മുന്നിൽ. അപ്പൊ ഡോക്ടേഴ്സ് എപ്പോഴും പറയാറ്, ഒരിക്കലും ആക്സിഡന്റ് പറ്റിയ ആളെ വാരി പിടിച്ച് ഓട്ടോറിക്ഷയിലോ, കഴിവതും ഓട്ടോറിക്ഷയിലോ കാറുകളിൽ ഇങ്ങനത്തെ വാഹനങ്ങളിൽ എത്തിക്കുന്നത് എത്രയും വേഗം ആംബുലൻസ് വിളിക്കുക. ആംബുലൻസ് വിളിച്ചതിന് ശേഷം സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ഇങ്ങനെ പടി കഷ്ണങ്ങളിലോ ഒക്കെ എത്തിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരാളോ വീണിട്ട് കയ്യോ കാലോ കുടിഞ്ഞ് ഇങ്ങനെ ബൾജായി നിൽക്കുക. ആ സമയത്ത് ഒരിക്കലും അവരെ അങ്ങനെ പിടിച്ചു കൊണ്ടുപോകും. നേരെ നമ്മൾ ആ കൈയിന്റെ ഏതാണ്ട് ഒരു ലെവൽ വെച്ചിട്ട് ഇങ്ങനത്തെ പടി കഷ്ണങ്ങളുണ്ടാവും, ഇങ്ങനത്തെ കഷ്ണങ്ങളുണ്ടാവും. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പലകേന്റെ ഒരു പട്ടികേന്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കാം. ഒരു കമ്പ് ഇങ്ങനെ വെക്കാം, ഒരു കമ്പ് ഇങ്ങനെ വെക്കുക. അതുപോലെ തന്നെ ഒരു കമ്പ് ഇങ്ങനെ വെക്കുക. ശരിക്കും കൈയും വളഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും പിടിച്ച് നിവർത്തിയിട്ട് ഇതിലേക്ക് യോജിപ്പിക്കരുത്. എങ്ങനെയാണോ ആ കൈയിന്റെ പൊസിഷൻ നിൽക്കുന്നത് ആ രൂപത്തിലേക്ക് നമ്മൾ പീസുകൾ ഇങ്ങനെ വെക്കുക. ഒന്ന് ഇവിടെയും വെക്കാം, ഒന്നുള്ളിലും വെക്കാം. കഴിവാണെങ്കിൽ ഒരു 4 പീസ് ഉണ്ടെങ്കിൽ 4 സൈഡിലും വെച്ചിട്ട് പതുക്കെ നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ട് ആ ക്ലോത്ത് കൊണ്ട് മെല്ലെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ഇങ്ങനെ കയ്യിലെ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് നമ്മുടെ കഴുത്തിലേക്ക് ഒരു ഹാൻഡ് കൊടുത്തിട്ട് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. അപ്പോൾ ഒരു സംശയം വേണ്ട, അയാൾ എത്തിക്കഴിഞ്ഞാൽ അയാളെ ആ കൈ മറ്റ് അപകടങ്ങളൊന്നുമില്ലാതെ പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ ഡോക്ടേഴ്സിന് സാധിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്നേക്ക് പാമ്പ് കടി ഏറ്റാല് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യം നേരെ നമ്മളൊക്കെ അറിയാത്തതിന്റെ പേരിൽ ചെയ്യുന്നതാണ്. ഒരു ഇതെടുക്കും, ഒരു കയറെടുക്കും. കയറെടുത്തിട്ട് പാമ്പ് കടിച്ചതിന്റെ തൊട്ട് മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഭരിഞ്ഞു കിട്ടും. എന്താ വെച്ചാല് ഒരിക്കലും ആ വിഷം ഉള്ളിലേക്ക് കയറി പോകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഒരിക്കലും അത് ചെയ്യരുത്. പാമ്പ് കടി ഏറ്റ അല്ലെങ്കിൽ വിഷബാധ ഏറ്റ ഒരു വ്യക്തിയെ നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണോ ആ കടിയേറ്റ സ്ഥലം, ഇപ്പോ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ട് ആണ് കടിയേറ്റതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാലിന്റെ പാദങ്ങളിൽ, കാലിന്റെ മസിലിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ കടിയേറ്റ സ്ഥലത്ത് നിന്ന് ഒരു മിനിമം ഒരു ഫൂട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 4 ഇഞ്ച് വീതിയെങ്കിലുള്ള ഒരു ക്ലോത്ത് എടുക്കും. ക്ലോത്ത് എടുത്തിട്ട് നമ്മുടെ 2 വിരലുകൾ ഇങ്ങനെ വെച്ചാൽ 2 വിരലുകൾ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ആ ക്ലോത്തിന്റെ ഇടയിലേക്ക് കയറി പോകാൻ, ചലിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ ടൈറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ജസ്റ്റ് ചുറ്റി വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ഈ ആന്റിവെനം ചെയ്യാൻ പറ്റുന്ന മെഡിക്കൽ കോളേജുകളോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകളോ അവിടെ എത്രയും വേഗം എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ അവർക്ക് നമ്മൾ മാനസികമായിട്ടുള്ള ധൈര്യം കൊടുക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ടെൻഷനിലേക്ക് അവരെ കൊണ്ടുപോകാം. BP കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ വെനം ഉള്ളിലേക്ക് കയറി പോകും. പിന്നെ അതുപോലെ തന്നെ അവരൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, നടന്ന് പോകാൻ അനുവദിക്കുക. ഒന്നുകിൽ സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, നമ്മൾ എടുത്തതിന് ശേഷം വാഹനങ്ങൾ എത്തിച്ചിട്ട് ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഒരിക്കലും അവരെ ടെൻഷൻ അടുപ്പിക്കരുത്. അവിടെ കൂളാക്കിയിട്ട് നിർത്താൻ കൂടുതൽ ആളുകൾക്ക് ചെയ്യണം. അതുപോലെ എത്രയും വേഗം വാഹനം വിളിക്കുക, ഹോസ്പിറ്റലിൽ എത്തി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ CPR, ചോക്കിങ്, ഈ 2 സംഭവങ്ങളും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ഒരുപാട് മരണങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശരിക്കും ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഈ ചുരുങ്ങിയ സമയത്ത് ഒരു 30 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളല്ല, മാക്സിമം ഷോർട്ട് ചെയ്ത് പറഞ്ഞതാണ്. അപ്പൊ എല്ലാവരും ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരിക്കും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എവിടെയെങ്കിലും ട്രോമ കെയറിന്റെയോ പാലിയേറ്റീവ് കെയറിന്റെയോ ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും. ഇപ്പൊ ട്രോമ കെയർ സംസ്ഥാന സർക്കാർ ഡയറക്റ്റായിട്ട് ഏറ്റെടുത്ത് അവരുടെ സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു വളണ്ടിയേഴ്സ് ആയിട്ട് മാറാൻ പോവുകയാണ്. അപ്പൊ ട്രോമ കെയറിന്റെ ക്ലാസ്സുകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം. ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു
മേഖലയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്തരം സംഭവങ്ങൾ അഭിമുഖീകരിക്കാൻ വരികയാണെങ്കിൽ ഇങ്ങനെ സംഭവങ്ങൾ ചെയ്ത് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ ഹലോ. ഹലോ ഭക്ഷണമൊക്കെ തൊണ്ടയിൽ കുടുങ്ങുമ്പോഴേ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇത് മറ്റുള്ളവർ ചെയ്യുന്നതാണല്ലോ പറയുന്നത്. മുതിർന്ന ആൾക്കാർക്ക് പലപ്പോഴും വെള്ളം ഭക്ഷണമൊക്കെ തൊണ്ടയിൽ കുടുങ്ങാറുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ? ഫസ്റ്റ് എയ്ഡ് നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ, പെട്ടെന്ന് കുനിഞ്ഞു നിന്നിട്ടോ അല്ലെങ്കിൽ ചുമയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ചുമയ്ക്കുക, പെട്ടെന്ന് നമുക്ക് ചുമയ്ക്കാൻ ഒരു ശ്രമം നടത്തിയാൽ ഒരു പക്ഷേ അത് ഇതാവും. അല്ലെങ്കിൽ നമുക്ക് പരസഹായം തന്നെ വേണം, മറ്റൊരാളുടെ സഹായം തന്നെ വേണം. ഈ ചോക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം ഭക്ഷണം കുടുങ്ങി കഴിഞ്ഞാൽ ഈ ഒരു പുഷിംഗ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ശരിക്കും നമുക്ക് ചെയ്തു നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും. ശരിക്കും നമ്മുടെ ഈ പൊക്കിൾ കൊടിയുടെ തൊട്ട് മുകളിൽ പിടിച്ചിട്ട് ഒറ്റ പുഷ്, ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ മറിച്ചിട്ട് അയാളെ അയാളെ ബാക്ക് സൈഡിലാണ് ഉണ്ടാവുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ സമയത്ത് നമ്മുടെ വയറിൽ നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ ഉൾപ്പെടെ വൊമിറ്റ് ചെയ്ത് പോയി. നമുക്കത് സ്വയം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ആ സമയത്ത്? ഇല്ലേണ്ടല്ല, ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇല്ല, നമ്മുടെ ആ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡൗൺ ആയി പോകും. മറ്റൊരാൾ തന്നെ നമുക്ക് ചെയ്തു തരണം. നമുക്ക് ചെയ്യാൻ പറ്റിയ ചുമക്കാനുള്ളതാണ് അല്ലേ? ചുമക്കാനുള്ള ശ്രമം നമുക്ക് നടത്താം. അതും ഒരു പരിധിവരെ പ്രയാസമാണ്. പക്ഷെ എന്നാലും മനോധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചുമച്ചു നോക്കിയാൽ അത് ഒരു പരിധിവരെ നമുക്ക് തിരിച്ചു തരാം. താങ്ക് യു, താങ്ക് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സർ. സർ പറഞ്ഞ പോലെ ഇത് പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ ചെയ്ത് പഠിക്കണം നമ്മള്, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ കിട്ടണം. അപ്പോഴേ ശരിക്കും ഒന്നുകൂടെ നമുക്ക് ഈ കാര്യങ്ങൾ 100% ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കുട്ടീനെ പിടിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ചെറിയ മക്കള് വെച്ചാൽ ഒരു 5 വയസ്സിൽ താഴെ അല്ലേക്ക് ഉള്ള കുട്ടികളുണ്ട്, 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഈ സംഭവങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഈ പിടിക്കുന്ന ഈ പൊസിഷൻ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും നമ്മൾ ബൊമ്മ വെച്ചിട്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ ഈ വിരല് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്കാണ് ആ കുട്ടിയുടെ കഴുത്ത് വരുന്നത്. അത് കഴുത്തിൽ ഒരിക്കലും നമ്മുടെ പിടുത്തം ടൈറ്റ് ആവാനും പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഈ കയ്യിൽ കമഴ്ത്തിക്കെടുത്തിട്ട് ഒരു കാല് നമ്മുടെ ഈ കക്ഷത്തിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കണം. അതുപോലെ ഈ സൈഡിലേക്ക് പിടിക്കണം. പിടിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പുറത്ത് ഈ പുഷ് ചെയ്യേണ്ടത്. ഈ ഒരു 5 പ്രാവശ്യം ശരിക്കും ചെറിയ കുട്ടികളൊക്കെ ഒരു അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഈ വിരലുകൾ വരുന്ന ഭാഗത്തുകൊണ്ട് ഒരിക്കലും അടി വരരുത്. ഈ ഒരു പൊസിഷനിലാണ് അടിക്കേണ്ടത്, ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇവിടെ കൊണ്ട് പുഷ് ചെയ്യാണ് ശരി. പുഷ് ചെയ്യുമ്പോൾ ഒരു 3ഓ 4ഓ പ്രാവശ്യം പുഷ് ചെയ്യുമ്പോൾ തന്നെ കുട്ടി തിരിച്ചു വരും. ഒരു 99.9% തിരിച്ചു. താങ്ക് യു സർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു. എനിക്ക് പറയാന്ന് വെച്ചാൽ, എവിടെയെങ്കിലും നിങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആളുകളല്ലേ, അവിടെയൊക്കെ ഈ ട്രോമ കെയറോട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ ഇത്തരം ജീവൻ രക്ഷാമാർഗങ്ങളോട് ബന്ധപ്പെട്ട ട്രോമ കെയറിന്റെ ക്ലാസ്സുകൾ, പാലിയേറ്റീവിന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കഴിവിന്റെ പരമാവധി നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം. സർ, ചെറിയ കുട്ടികള് മൂക്കില് ഓരോ സാധനങ്ങളൊക്കെ ഇടൂലേ? ഓക്കെ. ഞാൻ അതെന്താണ് ചോദിക്കാതിരുന്നത്, ഞാൻ ശരിക്കും അതിലൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, അത് വിട്ടുപോയത്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ട് ഈ മാലേന്റെ മുത്തുകള്, ചെറിയ ഈ തെർമോകോളിന്റെ പീസുകളൊക്കെ കൈ കിട്ടുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രത്യേകതയാണ്, ഒരു മൂക്കിലിടും. അപ്പൊ ഒരിക്കലും നമ്മൾ അതിൽ ടെൻഷൻ ആവണ്ട. മൂക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ തോണ്ടിയെടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ അത് എന്തെങ്കിലും സൂചിയോ അങ്ങനെ സംഭവങ്ങളോ അല്ലെങ്കിൽ വടിയോ എന്തെങ്കിലും എടുത്ത് ഈ ചില ആളുകളുണ്ട് കോമ്പസ് ഒക്കെ ഇട്ടിട്ട് കുത്തിങ്ങെടുക്കുക എന്നുള്ളതെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അത് ചെയ്യരുത്. നമ്മുടെ മൂക്കില് അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ഈ സാധനങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടി മരിക്കും. നമ്മൾ ടെൻഷൻ ആവരുത്. നമ്മൾ ടെൻഷൻ ആയിട്ട് അത് തോണ്ടിയെടുക്കാൻ ശ്രമിക്കരുത്. തോണ്ടിയെടുക്കുമ്പോൾ
ഉള്ളിൽ നമ്മൾ ഉള്ളിൽ തോണ്ടിയെടുക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തട്ടിയിട്ട് മൂക്കിൽ സ്ക്രാച്ച് വന്നിട്ട് മുറി വരാനും അല്ലെങ്കിൽ ബ്ലഡ് വരാനും സാധ്യത തന്നെ. ഒരിക്കലും മൂക്കിൽ നമ്മൾ എന്ത് കുടുങ്ങി കഴിഞ്ഞാലും നമ്മൾ മരണത്തിലേക്ക് പോവില്ല എന്നുള്ള. മൂക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വായ. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ ജലദോഷം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ മൂക്ക് രണ്ടും മൂക്കടപ്പ് വരും. ആ സമയത്ത് നമ്മൾ മൂക്കിലൂടെയാണോ ശ്വാസം എടുക്കാറ്? നമ്മൾ വായിലൂടെ അല്ലേ ശ്വാസം എടുക്കുക? അത്രയും ചിന്തിച്ചാൽ മതി. ഒരിക്കലും മൂക്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും മരണത്തിലേക്ക് പോരാ. അത് വെച്ചിട്ട് മരണത്തിലേക്ക് പോരാന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ ഇരുത്തിയത് അവരെ സമാധാനിപ്പിക്കുക. മക്കളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഡോക്ടർ അടുത്തില്ല, അവരുടെ തന്നെ ആധുനികമായ അത് എടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ട് അത് എടുത്ത് ഒരിക്കലും നമ്മൾ തോണ്ടിയെടുക്കാനുള്ള അല്ലെങ്കിൽ കുത്തിയെടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തരുത്. ഒരിക്കലും മരണത്തിലേക്ക് ഒരു കുട്ടിയും മൂക്കിൽ എന്തെങ്കിലും കിട്ടതിന്റെ പേരിൽ പോവുകയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ആ കുട്ടി വായിലൂടെ ശ്വാസം. അപ്പൊ നമ്മളും അതെ. അപ്പൊ എത്രയും വേഗം ഒരു നല്ല ഡോക്ടറെ അടുത്ത് എത്തിക്കുക. ആ ഡോക്ടർ വളരെ സിമ്പിൾ ആയിട്ട് എടുത്തിട്ട്. അതെ, എന്റെ മോളുടെ മൂക്കിലൊരിക്കൽ മഞ്ചാടിക്കുരു കയറിയിട്ട് അവൾ എന്നെ കൈയിട്ടത് മേളിലേക്ക് ആക്കി വിരലിട്ട് കണ്ട് എടുക്കാൻ ശ്രമിച്ചിട്ട് അവസാനം പിന്നെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ ഈ ഡെന്റിസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങ് തള്ളാം. അപ്പൊ അത് താഴേക്ക് പോകും. വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാനുള്ള ഒരു സംഭവങ്ങളുണ്ട്. അവരത് വളരെ സിമ്പിൾ ആയിട്ട് തോണ്ടിയെടുക്കും. നമ്മള് അതിനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് കയറി പോകും. അവര് പുറമേന്നാ തള്ളിയത്. പക്ഷെ എങ്ങനെ തള്ളിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു സാധനം വെച്ചങ്ങ് പ്രസ് ചെയ്ത് അപ്പൊ തെറിച്ചങ്ങ് പോകുന്നു. പെട്ടെന്ന് പോയി ഈ കണ്ണിന്റെ താഴെ വെച്ചിട്ട്. അതെ. ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിലൊക്കെ ആധുനികമായ ഒരുപാട് സജ്ജീകരണങ്ങൾ അതിനുണ്ട്. പിന്നെ ചിലരുണ്ട് നമ്മുടെ ചെവികളില്ലേ, ചെവികളിൽ ഈ ചെറിയ എന്തെങ്കിലും ഈച്ച, പ്രാണികള്, ഉറുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര ടെൻഷനാവും. ഒരിക്കലും നമ്മൾ ഇതേ മെത്തേഡ് തന്നെ ശരിക്കും ഒരിക്കലും നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട് അത് ചെവിയിൽ തോണ്ടിയെടുക്കാൻ ശ്രമം നടത്തും. ഒരു കാരണവശാലും നമ്മൾ ആ ഉറുമ്പോ അല്ലെങ്കിൽ എന്ത് ചെവിയിൽ പോയാലും അത് അങ്ങോട്ട് കടന്നു പോകില്ല. ഒരിക്കലും നമ്മളെ തലച്ചോറിലേക്ക് അത് എത്തൂല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഈ ചെവിയിൽ നിന്ന് ഇതിലേക്ക് എത്തൂല. അതും കുറച്ച് സമയം ഒരു അസ്വസ്ഥത നമുക്കുണ്ടാവും. ഉറുമ്പൊക്കെ ചെവിയിൽ പോയാൽ എന്തോ വലിയ ജെസിബി പോലത്തെ സാധനങ്ങൾ വന്നിട്ട് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ചൊറിയുന്ന പോലെ ഉണ്ടാവും. പക്ഷെ അത് വളരെ ചെറിയ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ടെൻഷൻ ആവാതെ ശ്രദ്ധിക്കുക. കഴിവാണെങ്കിൽ ഡോക്ടറെ ശ്രദ്ധിച്ചാൽ അതും വളരെ സിമ്പിൾ ആയിട്ട് അതിനുള്ള അവരുടെ അടുത്തൊരു ടോർച്ച് മാതിരി ഒരു സാധനം. നമ്മൾ ഈ ചെവിയിൽ ഒരുപാട് ബെൻഡുകൾ ഉണ്ടല്ലോ, ആ ബെൻഡുകളിലൊക്കെ ഉള്ളിലേക്ക് ചെന്നിട്ട് അവർക്ക് ആ ബെൻഡ് കവർ ചെയ്തിട്ട് അത് കാണാനുള്ള ഒരു സംഭവം. അപ്പൊ അവരത് അടിച്ചു നോക്കും, എവിടെയുള്ളത് നോക്കും. വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ അടുത്തുള്ള ഈ ടൂൾസ് വെച്ചിട്ട് തോണ്ടിയെടുക്കുകയും ചെയ്യും. ഇനി അതൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പോകും. പിന്നെ നമ്മുടെ ചെവിക്കായ ഉണ്ടല്ലോ, ചെവിക്കായത്തിലെ അപ്പുറത്തേക്ക് ഒരിക്കലും ഇത്തരം ജീവികൾക്ക് കടന്നു പോകാൻ പറ്റില്ല. അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്നാൽ അവർ തന്നെ ക്ലീൻ ചെയ്ത് തരികയും ചെയ്യും. അതിൽ പറയാൻ വിട്ടുപോയത്. താങ്ക് യു സർ. ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്. താങ്ക് യു സർ. സാധാരണ സൈക്കോളജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ക്ലാസ്സുകൾ ഉണ്ടാവാറ്. ഇന്നത്തെ ഒരു ചേഞ്ച് ഉണ്ട്. നല്ല ക്ലാസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം ഈ അതിരാവിലെ തന്നെ ഈ ക്ലാസ്സിലെത്തി നമ്മളെ ഒരുപാട് സന്തോഷത്തോടെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അവസരം തന്ന വിംബിൾ അക്കാഡമിക്കും അതുപോലെ സജന മാമിനും ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് പുഷ് ചെയ്ത ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ ജാസ്മിൻ മാം. ജാസ്മിൻ മാം ക്ലാസ്സിൽ ഉണ്ടോന്ന് അറിയില്ല. എന്നാലും ജാസ്മിൻ മാമിനും ഒരുപാട് നന്ദി അറിയിക്കാം. താങ്ക് യു. താങ്ക് യു സർ. ക്ലാസ് അതിന് വളരെ ഉപകാരപ്പെട്ടു. നോക്കിയുടെ ഉള്ള വലിയൊരു അറിവായിരുന്നു.
നമ്മൾ അബദ്ധം ചെയ്തു പോകാൻ അതൊന്നും കൂടി ഓർമ്മപ്പെടുത്തിയതിന് പ്രത്യേക താങ്ക്സ്. താങ്ക് യു. താങ്ക് യു സാർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പുതിയ 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 അറിവുകളായിരുന്നു ഇപ്പൊ കിട്ടിയത്. താങ്ക് യു. താങ്ക് യു. സജന മാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ഒരു കാര്യം കൂടെ. സജന മാം, നമ്മുടെ ആ. ഈ മോർണിംഗ് ക്ലാസ്സിൽ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് ഫവാസ്. അതെ അതെ. ആ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഒരു വിശ്വാസം കൊടുത്താൽ സന്തോഷമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓ, തീർച്ചയായിട്ടും. ഒരുപാട് വർഷങ്ങൾ ഇനിയും ഒരുപാട് ഹാപ്പി ബർത്ത്ഡേകൾ ഉണ്ടാവട്ടെ. സർവേശ്വരന്റെ എല്ലാ പ്രാർത്ഥനയും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും വിഷ് ചെയ്യണം അദ്ദേഹം. ഹാപ്പി ബർത്ത്ഡേ. Thank you so much. Thank you all for us. ഫവാസിനെ അറിയാം, Thank you, സ്ഥിരമായിട്ട് madam. വരുന്നവരെ ശ്രദ്ധിക്കാറുണ്ട്. Thank you. ഒന്നും ക്ലിയർ ആവുന്നില്ല. ആരാണ് സംസാരിച്ചത്? മാഡം വൈൻഡപ്പ് ചെയ്താലോ? ആ, മൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ.